ഡീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ മോരുകറിയാണ്. പച്ചക്കറികളൊന്നും ചേർക്കാതെ തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ മോരുകറി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ മോരുകറി ഉണ്ടാക്കാൻ ഞാനിവിടെ തൈരാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിന് 1.5 ഗ്ലാസ് നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ തൈര് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അധികം തിന്നല്ലാത്തൊരു മോരായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ടാണ് നമ്മൾ മോരുകറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മോരുകറിയുടെ അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം. അടുത്തതായി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ സവാളയുടെ പകുതിയാണ്. ഇത് നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നെടുകെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 5 or 6 ചെറിയ ഉള്ളിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള പച്ചമുളക് ഒരു 3 എണ്ണം നീളത്തിൽ കട്ട് ചെയ്തതും 3 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരുന്ന മോര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മോരുകറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മോര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ കറി ഇട്ട് തിളപ്പിക്കരുത്. മോര് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം. മോര് തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞ പോലെയാവും. അപ്പോൾ അതുകൊണ്ടാണ് തിളപ്പിക്കരുതെന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ താളിച്ച് ചേർക്കാൻ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 3 വറ്റൽമുളക് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 നുള്ളു ഉലുവ പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ പൊടിച്ചത് കൂടി പോകരുത്. അങ്ങനെയാണെങ്കിൽ കറിക്ക് ചെറിയൊരു കയ്പ്പ് രസം വരും. കൂടെ തന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളൊക്കെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ഉലുവയുടെ പൊടി ചേർത്തതുകൊണ്ട് ഈ കറിക്ക് നല്ലൊരു മണവും ഫ്ലേവറൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ സാധാരണ തേങ്ങയൊക്കെ അരച്ച് മോരുകറി വെക്കുന്ന അതേ ഒരു ടേസ്റ്റും മണമൊക്കെ ഈ കറിക്കും കിട്ടുന്നതാണ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ
അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മോര് കറി എന്നോ മോര് കാച്ചിയതെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. നമ്മുടെ വീട്ടിൽ പച്ചക്കറി ഇല്ലെങ്കിലോ നമുക്ക് മടി പിടിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു എളുപ്പക്കറിയാണിത്. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ മോരുകറിയുടെ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതേവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.